പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ അൻമോൽ ഖജാന എന്ന പാഠമാണ്. യേ ഏക് കഹാനി ഹെ. എങ്ങനെയും പണം സമ്പാദിക്കാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ അത്യാർത്തിയാണ് ഈ കഥയിൽ കാണാൻ കഴിയുന്നത്. ഈ ചിത്രം തന്നെ ശ്രദ്ധിക്കൂ. യേ കിസ്കാ ചിത്ര ഹെ? നമുക്കറിയാം, യേ പേട് കാ ചിത്ര ഹെ. എന്നാൽ ഇതുപോലുള്ളൊരു മരം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താണ് ഈ മരത്തിൻ്റെ പ്രത്യേകത? ഇസ്മേ ഫൽ യാ ഭൂൽ ഹേ ക്യാ? ഇല്ല അല്ലേ? പിന്നെ എന്താണുള്ളത്? ഹാ, ധൻ, പൈസ. യേ ധൻ കാ പേട് ഹേ, പൈസേ കാ പേട് ഹേ. ഇത്തരത്തിലുള്ള മരം നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. മനുഷ്യ മനസ്സിൻ്റെ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം മാത്രമാണ് ഇത്. നമ്മളും വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ, ഇതുപോലെ പണം കായ്ക്കുന്ന ഒരു മരം നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന്. മരത്തിൽ പണം നിറഞ്ഞ് കവിയുമ്പോൾ നമ്മളും ഇതുപോലെ സഞ്ചിയും കൊട്ടയുമായി ചെന്ന് പണം മുഴുവൻ തോട്ടിക്കൊണ്ട് പൊട്ടിച്ചെടുക്കും. ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത് വെറും പണം മോഹികൾ മാത്രമായിരിക്കും അല്ലേ? നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെക്കുറിച്ചാണ്. ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇരുന്ന് പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ നമുക്ക് കേട്ടുനോക്കാം. किसी गांव में विक्रम नामक एक युवक रहता था. एक दिन बैठे बैठे वो सोचने लगा, मैं कैसे ढेर सारा धन कमाऊं और आराम से रहूं. उसने इधर उधर जाकर अपने कई मित्रों से जल्दी धन कमाने का उपाय पूछा, लेकिन कोई ठोस उपाय नहीं मिला. ഇനി നമുക്ക് ഈ കഥയൊന്ന് മനസ്സിലാക്കാം. കിസി ഗാവ് മേം, ഏതോ ഗ്രാമത്തിൽ, വിക്രം നാമക് ഏക് യുവക് രഹ്താ ഥാ. വിക്രം നാമക്, വിക്രം എന്നു പേരായ, നാം പേര്, നാമക് പേരുള്ള അല്ലെങ്കിൽ പേരായ, ഏക് യുവക് രഹ്താ ഥാ ഒരു യുവാവ് താമസിച്ചിരുന്നു. ഏതോ ഗ്രാമത്തിൽ വിക്രം എന്നു പേരായ ഒരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. ഏക് ദിൻ ബൈഠേ ബൈഠേ വോ സോച്ചനെ ലഗാ. ഒരു ദിവസം ബൈഠേ ബൈഠേ വോ സോച്ചനെ ലഗാ, വെറുതെ ഇരുന്ന് സോച്ചനെ ലഗാ, ചിന്തിക്കാൻ തുടങ്ങി. മേം കൈസേ, ഞാൻ എങ്ങനെയാണ്, ഢേർ സാരാ ധൻ കമാവും. ഢേർ സാര എന്ന് വെച്ചാൽ ബഹുത് അധിക്, വളരെയധികം, ധൻ കമാവും, പണം സമ്പാദിക്കും. ഞാൻ വളരെയധികം പണം സമ്പാദിച്ച് സുഖമായി എങ്ങനെ ജീവിക്കും എന്നാണ് അയാൾ ചിന്തിച്ചത്. മേം ഢേർ സാരാ ധൻ കമാവും ഔർ ആരാം സേ രഹും. യേ കിസ്നെ സോച്ചാ? യേ വിക്രം നെ സോച്ചാ. എന്നിട്ട് അയാൾ എന്തു ചെയ്തു? ഉസ്നെ ഇധർ ഉധർ ജാക്കർ, ഇധർ ഉധർ പലയിടത്തും, ഉസ്നെ ഇധർ ഉധർ ജാക്കർ അയാൾ പലയിടത്തും പോയി, അപ്പനെ കൈ മിത്രോം സേ തൻ്റെ പല കൂട്ടുകാരോടും, ജൽദി ധൻ കമാനെ കാ ഉപായ് പൂച്ച, പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഉപായ്, സൂത്രം ചോദിച്ചു. പൂച്ച ചോദിച്ചു. ലേക്കിൻ എന്നാൽ കോയി ഠോസ് ഉപായ് നഹി മില. ഠോസ് പക്ക, ഠോസ് ഉപായ് പക്ക ഉപായ്, ഏറ്റവും യോജിച്ച ഒരു സൂത്രം, ഒരു ഉപായം അയാൾക്ക് എവിടെ നിന്നും കിട്ടിയില്ല. സുബഹ് കാ സമയ ഥാ, പ്രഭാത സമയം.
विक्रम खेतों से होकर जा रहा था. വിക്രം വയലിലൂടെ പോകുകയായിരുന്നു. रास्ते में एक किसान से उसने जल्दी धन कमाने का उपाय पूछा. रास्ते में വഴിയിൽ एक किसान से ഒരു കൃഷിക്കാരനോട് उसने जल्दी धन कमाने का उपाय पूछा. അദ്ദേഹം പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ജൽദി ധൻ കമാന, പെട്ടെന്ന് പണമുണ്ടാക്കുക, ഉപായ് പൂച്ച, സൂത്രം ചോദിച്ചു. കിസാനെ വിക്രം കോ ബതായ, കൃഷിക്കാരൻ വിക്രമിനോട് പറഞ്ഞു. ബതായ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗാവ് കെ ഉസ് പാർ ഏക് സജ്ജൻ രഹത്തെ ഹെ, ഗ്രാമത്തിൻ്റെ ആ കരയിൽ നല്ല ഒരു മനുഷ്യൻ താമസിക്കുന്നുണ്ട്. ഉൻകാ നാം ഹെ വിശ്വനാഥ്, അദ്ദേഹത്തിൻ്റെ പേരാണ് വിശ്വനാഥ്. ഷായദ് വേ കോയി ആസാൻ തരീക്ക ബതാ സക്തേ ഹെ, ഒരു പക്ഷേ അദ്ദേഹത്തിന് ഏതെങ്കിലും എളുപ്പമാർഗം പറഞ്ഞു തരാൻ സാധിക്കും. വിക്രം ജൽദി ജൽദി വിശ്വനാഥ് കെ ഘർ കി ഓർ ചൽ പടാ. വിക്രം ജൽദി ജൽദി, പെട്ടെന്ന് അതിവേഗത്തിൽ വിശ്വനാഥ് കെ ഘർ കി ഓർ, വിശ്വനാഥിൻ്റെ വീടിന് നേരെ ചൽപ്പട പോയി. उसके द्वार पर पहुंच कर विक्रम ने देखा, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിലിലെത്തിയപ്പോൾ വിക്രം എന്തു കണ്ടു? ദ്വാർ ഖുലാ ഹുവാ ഹേ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. और विश्वनाथ कमरे में बैठे थे, വിശ്വനാഥ് ആ മുറിയിൽ ഇരിക്കുന്നുണ്ട്. വിക്രം ने उन्हें प्रणाम किया, വിക്രം അദ്ദേഹത്തെ പ്രണമിച്ചു. और उनके सामने बैठ गया, അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നു. വിക്രം വിശ്വനാഥിൻ്റെ വീട്ടിലെത്തി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അകത്തു കടന്നു. വിശ്വനാഥിനെ പ്രണമിച്ചു, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയിരുന്നു. जैसे ही विश्वनाथ ने आंखें खोलीं, विक्रम ने अपने मन की बात कही. എപ്പോഴാണോ വിശ്വനാഥ് തൻ്റെ കണ്ണുകൾ തുറന്നത്, വിക്രം ने अपने मन की बात कही, വിക്രം തൻ്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനോട് തുറന്നു പറഞ്ഞു. മൻ കി ബാത്ത്, മനസ്സിലെ കാര്യങ്ങൾ. എന്താണ് വിക്രം വിശ്വനാഥിനോട് പറഞ്ഞത് എന്ന് നോക്കൂ. मैं बहुत गरीब हूँ, आप मुझे जल्दी धन कमाने का कोई उपाय बताइए. मैं बहुत गरीब हूँ, ഞാൻ വളരെ ദരിദ്രനാണ്. आप मुझे जल्दी धन कमाने का, താങ്കൾ എനിക്ക് എളുപ്പം പണം സമ്പാദിക്കാനുള്ള കോയി ഉപായ് ബതായിയെ, ഏതെങ്കിലും സൂത്രം പറഞ്ഞു തരൂ. ഇത് കേട്ടപ്പോൾ വിശ്വനാഥ് എന്താണ് വിക്രമിനോട് തിരിച്ചു പറഞ്ഞത് എന്ന് നോക്കൂ. തും വസന്ത് നഗർ ജാവോ, നീ വസന്ത് നഗറിലേക്ക് ചെല്ല്. വഹാം ഏക് ആദ്മി 20,000 रुपये में മനുഷ്യ की ആംഖേം ഖരീദതാ ഹേ, അവിടെ ഒരു മനുഷ്യൻ 20,000 രൂപയ്ക്ക് മനുഷ്യരുടെ കണ്ണുകൾ വാങ്ങുന്നുണ്ട്. തും അപ്പനി ആംഖേം ബേച്ച് ദോ, നീ നിന്റെ കണ്ണുകളെല്ലാം വിറ്റോ. വിക്രം കോ ആശ്ചര്യ ഹുവാ, ഇത് കേട്ടപ്പോൾ വിക്രം ആകെ ആശ്ചര്യപ്പെട്ടു പോയി. അപ്പനി ആംഖേം ബേച്ച് തും, എൻ്റെ കണ്ണുകൾ വിൽക്കാനോ? പിന്നെ ഞാൻ എങ്ങനെ കാണും? ഇത് കേട്ടപ്പോൾ വിശ്വനാഥ് വിക്രമിന് മറ്റൊരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞത്? ठीक है, ശരി, तो 15,000 में अपने दोनों पैर बेच दो. എന്നാൽ നീ മറ്റൊരു കാര്യം ചെയ്യേ, നീ നിന്റെ 2 കാലുകളും വിറ്റോ, നിനക്ക് 15,000 രൂപ കിട്ടും. क्या पैर बेच दूं तो चलूंगा कैसे? വിക്രം ഹൈറാൻ ഹുവാ. എന്ത്, കാലുകൾ വിൽക്കാനോ? പിന്നെ ഞാൻ എങ്ങനെ നടക്കും? അപ്പനെ ദോനും ഹാത്ത് ബേച്ച് ദോ,
എന്നാൽ 25,000 രൂപയ്ക്ക് നീ നിൻ്റെ 2 കയ്യുകളും വിറ്റോ? अपने हाथों के बिना मैं काम कैसे करूँगा? എൻ്റെ കൈകളില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പണിയെടുക്കും? तो तुम अपना पूरा शरीर ही बेच दो, എന്നാൽ നീ നിൻ്റെ മുഴുവൻ ശരീരവും വിറ്റോ. तुम्हें 1,00,000 रुपया मिलेगा, നിനക്ക് 1,00,000 രൂപ കിട്ടും. ഇങ്ങനെ വിശ്വനാഥ് വിക്രമിന് എളുപ്പം പണമുണ്ടാക്കാനുള്ള പലവിധ സൂത്രങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. തൻ്റെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങൾ വിറ്റ് പണമുണ്ടാക്കുന്നതിൽ വിക്രമിന് ഒട്ടും താല്പര്യവും തോന്നിയില്ല. विश्वनाथ की बातें सुनकर विक्रम ने क्रोध और दुख के साथ कहा. വിശ്വനാഥിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ വിക്രം വല്ലാതെ ക്രോധിതനായി, ദേഷ്യപ്പെട്ട്, അതോടൊപ്പം തന്നെ ദുഃഖത്തോടു കൂടി പറയാണ്. എന്താ പറഞ്ഞത്? നഹീം നഹീം, 1,00,00,000 रुपये मिलने पर भी मैं ऐसा नहीं करूँगा. 1,00,00,000 രൂപ കിട്ടിയാലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എൻ്റെ 2 കൈയും എൻ്റെ 2 കാലും എൻ്റെ 2 കണ്ണും വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? 1,00,00,000 രൂപ കിട്ടിയാലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് വിക്രം വിശ്വനാഥിനോട് പറഞ്ഞത്. വിശ്വനാഥിനെ മുസ്കുരാക്കർ സംജായ. ഇത് കേട്ടപ്പോൾ വിശ്വനാഥ് വിക്രമിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. अरे भाई, अपने शरीर को इतना मूल्यवान समझते तो നീ നിൻ്റെ ശരീരത്തിന് ഇത്രമാത്രം പ്രാധാന്യം വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തും ഗരീബ് കൈസേ ഹോ, പിന്നെ നീ എങ്ങനെയാണ് ദരിദ്രനാവുന്നത്? നീ എന്നോട് നേരത്തെ പറഞ്ഞുവല്ലോ, നീ മൈ ബഡാ ഗരീബുഹും മൈ ബഹുത്ത് ഗരീബുഹും എന്ന് നീ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ. പിന്നെ നീ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ദരിദ്രനാവുന്നത്? जाओ, तुम्हारा शरीर ही एक अनमोल खजाना है. ചെല്ല്, നിൻ്റെ ശരീരം തന്നെയാണ് ഏറ്റവും വിലമതിക്കാനാകാത്ത സമ്പാദ്യം. ഇസ്കാ ഉപയോഗ കരോ, ഇത് നീ ഉപയോഗിക്ക്. വിക്രം കി ആംഖേം ഖുൽ ഗയി. ഇത് കേട്ടപ്പോൾ വിക്രമിൻ്റെ കണ്ണുകൾ തുറന്നു. ഇത് കേട്ടപ്പോൾ വിക്രമിന് കാര്യങ്ങൾ ബോധ്യമായി. എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കാതെ സ്വന്തം ശരീരം ഉപയോഗിച്ച് അധ്വാനിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പണം, ആ ഒരു പണത്തിൻ്റെ വില, മൂല്യം, അത് തന്നെയാണ് ഏറ്റവും വിലമതിക്കാനാകാത്തത് എന്ന് വിക്രമിന് ബോധ്യപ്പെട്ടു. അൻമോൽ ഖജാന എന്ന ഈ പാഠത്തിൽ സ്വന്തം ശരീരം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നും അധ്വാനിച്ച് സമ്പാദിക്കുന്നതിൽ തന്നെയാണ് ആനന്ദം കണ്ടെത്തേണ്ടത് എന്നും പ്രതിപാദിക്കുന്നു. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ കഥ നിങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതട്ടെ. ഈ കഥ 2-3 തവണ നന്നായി വായിച്ചു നോക്കണം. കാരണം ഇതൊരു കഥയായതുകൊണ്ട് തന്നെ ധാരാളം ഡയലോഗുകൾ ഈ പാഠത്തിലുണ്ട്. ഈ ഡയലോഗുകൾ ആരോട് പറഞ്ഞതാണ് എന്ന ചോദ്യങ്ങൾ ധാരാളമായി പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇവിടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഈ ഡയലോഗുകൾ ആരു പറഞ്ഞതാണ് എന്നാണ് നമുക്ക് എഴുതേണ്ടത്. ഇത് എഴുതേണ്ട രീതി മുകളിൽ കൊടുത്തത് ശ്രദ്ധിക്കൂ. വിക്രം ने कहा कि मैं बहुत गरीब हूँ. വിക്രം പറഞ്ഞൊരു ഡയലോഗായിരുന്നു അല്ലേ, मैं बहुत गरीब हूँ എന്നുള്ളത്. അതിനെ കി എന്ന പ്രയോഗം, കി എന്ന വാക്കുപയോഗിച്ച് എങ്ങനെ എഴുതും എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. വിക്രം ने कहा कि, വിക്രം പറഞ്ഞു എന്തെന്നാൽ मैं बहुत गरीब हूँ. ഇതേ മാതൃകയിൽ താഴെ കൊടുത്തിട്ടുള്ള ഡയലോഗുകളെയും കി എന്ന പദം ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ ശ്രമിക്കാം. ഗാവ് കെ ഉസ് പാർ ഏക് സജ്ജൻ രഹത്തെ ഹൈം. ഗ്രാമത്തിൻ്റെ ആ കരയിൽ ഒരു നല്ല മനുഷ്യൻ താമസിക്കുന്നുണ്ട്. ഇത് ആരുടെ ഡയലോഗാണ്? നമുക്കറിയാം, കൃഷിക്കാരൻ പറഞ്ഞ ഡയലോഗാണിത്, കിസാൻ പറഞ്ഞ ഡയലോഗ്. അപ്പോൾ എങ്ങനെ എഴുതും?
किसान ने कहा कि गांव के उस पार एक सज्जन रहते हैं. അടുത്തത് ശ്രദ്ധിക്കൂ. തും വസന്ത് നഗർ ജാവോ. ഇതാര് പറഞ്ഞ ഡയലോഗാണ്? വിശ്വനാഥാണ് ഇത് പറഞ്ഞത് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? വിശ്വനാഥിനെ കഹാ कि तुम वसंत नगर जाओ. അടുത്തത് നോക്കൂ. एक करोड़ रुपये मिलने पर भी मैं ऐसा नहीं करूँगा. 1,00,00,000 രൂപ കിട്ടിയാലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇതാരാണ് പറഞ്ഞത്? വിക്രം പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? വിക്രം ने कहा कि 1,00,00,000 रुपये मिलने पर भी मैं ऐसा नहीं करूँगा. നമുക്ക് ചെയ്യേണ്ടതായ മറ്റൊരു വർക്കാണ് ഡയറി എഴുതൽ. ഇവിടെ വിശ്വനാഥ് കാ ഉപദേശ് സുൻകർ വിക്രം കി ആംഖേം ഖുൽ ഗയി. വിശ്വനാഥിൻ്റെ ഉപദേശം കേട്ട് വിക്രമിൻ്റെ കണ്ണു തുറന്നു. ഇവിടെ കണ്ണു തുറന്നു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. വിക്രം കി ഉസ് ദിൻ കി ഡയറി തയ്യാർ കരീം. വിക്രമിൻ്റെ ആ ദിവസത്തെ ഡയറി തയ്യാറാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഡയറി എഴുതുമ്പോൾ ആദ്യം വേണ്ടത് ഡേറ്റ് എഴുതലാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ഡേറ്റ് 1 ജനുവരി 2020 എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് ദിവസത്തെ ഡയറിയാണോ എഴുതുന്നത് ആ ദിവസത്തെ ഡേറ്റാണ് നമ്മൾ എഴുതേണ്ടത്. പ്രസ്തുത ദിവസത്തെ ഡയറി വിക്രം എഴുതുമ്പോൾ അതെങ്ങനെയുണ്ടായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കൂ. ആജ് മേരെ ലിയേ ഖുഷി കാ ദിൻ ഹെ. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. कारण ये है कि आज मैंने एक सज्जन से मिला. കാരണം ഇതാണ്, ഇന്ന് ഞാൻ നല്ലൊരു മനുഷ്യനെ കണ്ടുമുട്ടി. कई दिनों से मेरा विचार था कि जल्दी से जल्दी धन कमाना है. കുറേ ദിവസങ്ങളായുള്ള എൻ്റെ ഒരു ചിന്തയാണ് എത്രയും പെട്ടെന്ന് ധനമുണ്ടാക്കണം, പണമുണ്ടാക്കണം എന്നുള്ളത്. इस उद्देश्य से मैंने अपने मित्रों के पास पहुंचा. ഈ ഒരു ഉദ്ദേശത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തെത്തി. ലേക്കിൻ കോയി പക്ക ഉപായ് നഹി മില. എന്നാൽ ഒരു യോജിച്ച ഉപായം, നല്ല ഒരു സൂത്രം ആരും എനിക്ക് പറഞ്ഞു തന്നില്ല. കിസാൻ കെ നിർദ്ദേശാനുസാർ മേം വിശ്വനാഥ് കെ പാസ് പഹുഞ്ച. കൃഷിക്കാരൻ്റെ നിർദ്ദേശാനുസരണം ഞാൻ വിശ്വനാഥിൻ്റെ അടുത്തെത്തി. ഉൻസെ ബാത്തേം കി. അദ്ദേഹവുമായി സംസാരിച്ചു. ഉനോനെ മുझे समझाया कि हमारा शरीर ही अनमोल खजाना है. അദ്ദേഹം എനിക്ക് മനസ്സിലാക്കി തന്നു, നമ്മുടെ ശരീരം തന്നെയാണ് വിലമതിക്കാനാകാത്ത സമ്പാദ്യം. യേ സുൻകർ മേരി ആംഖേം ഖുൽ ഗയി. ഇത് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ തുറന്നു. मैंने निश्चय किया कि भविष्य में काम करके ही जीऊंगा. ഞാൻ തീരുമാനിച്ചു ഭാവിയിൽ പണിയെടുത്തുകൊണ്ട് തന്നെ ജീവിക്കും. ഈ തരത്തിലായിരിക്കണം ഒരു ഡയറി എഴുതേണ്ടത്. ഡയറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് താരീഖ് ലിഖനാ ഹെ. ഡേറ്റ് നിർബന്ധമായും അതിലെഴുതണം. ഇവിടെ ഉപദേശ് കാ അസർ ഹെ. വിശ്വനാഥ് വിക്രമിന് കൊടുത്ത ഉപദേശങ്ങളുടെ പ്രഭാവം, സ്വാധീനം ഈ ഡയറിയിൽ ഉണ്ടായിരിക്കണം. വിചാർ ഔർ മനോഭാവ് പ്രകട് കർണ ഹെ. ഡയറി എഴുതുന്ന വിക്രമിൻ്റെ ചിന്തകളും മനോഭാവങ്ങളുമെല്ലാം ഈ ഡയറിയിൽ കാണാൻ സാധിക്കണം. ആത്മനിഷ്ഠ ഭാഷ. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ആത്മനിഷ്ഠ ഭാഷ. അതായത്
മേം, മേര, അപ്പന തുടങ്ങിയ വാക്കുകളായിരിക്കണം ഡയറിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. പരീക്ഷയ്ക്ക് വരാറുള്ള മറ്റൊരു ചോദ്യമാണ് ലേഖനം തയ്യാറാക്കാൻ. ഈ ഒരു കഥ പരിശ്രമത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത്. പരിശ്രം ക മഹത്വ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കാൻ സാധാരണ ആവശ്യപ്പെടാറുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. मनुष्य के जीवन में परिश्रम का बहुत महत्व होता है. മനുഷ്യ ജീവിതത്തിൽ പരിശ്രമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. इस संसार में कोई भी प्राणी काम किए बिना नहीं रह सकता. ഈ ലോകത്ത് ഒരു ജീവിക്കും പണിയെടുക്കാതെ ജീവിക്കാൻ സാധിക്കില്ല. മനുഷ്യ परिश्रम करके अपने जीवन की हर समस्या से छुटकारा पा सकता है. മനുഷ്യൻ പരിശ്രമത്തിലൂടെ തൻ്റെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുന്നു. ऐसा कोई भी कार्य नहीं है जो परिश्रम से सफल न हो सके. പരിശ്രമത്തിലൂടെ വിജയിക്കാത്തതായ ഒരു കാര്യവുമില്ല. श्रम से ही उन्नति और विकास का मार्ग खुल सकता है. പരിശ്രമത്തിലൂടെ ഉന്നതിയുടെയും വികസനത്തിൻ്റെയും മാർഗങ്ങൾ തുറക്കപ്പെടുന്നു. अगर मनुष्य परिश्रम नहीं करता तो आज संसार में कुछ भी नहीं होता. മനുഷ്യർ പരിശ്രമം ചെയ്യുന്നില്ലെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. आज संसार ने जो इतनी उन्नति की है वो सब परिश्रम का ही परिणाम है. ഇന്ന് ഈ ലോകം ഇത്രയും ഉന്നതിയിലെത്തിയിട്ടുണ്ട്. ഇതെല്ലാം അധ്വാനത്തിൻ്റെ ഫലമാണ്. ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ പാഠഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പാഠഭാഗം നന്നായി വായിക്കുക, ആക്ടിവിറ്റീസ് എഴുതിയെടുക്കുക, നന്നായി മനസ്സിലാക്കുക.